മോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് ബി.ജെ.പി. മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തി. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ 11ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബി.ജെ.പി. മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത ഭാരത സങ്കല്പ സഭ നടത്തിയത്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. അദ്ദേഹം മത്സ്യമേഖലയിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുന്നത് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അല്ല, മറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രി സജി ചെറിയാണ്. ദേശീയപാതയുടെ വികസനം ഞങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് രാജ്യത്തെ ജനങ്ങൾ തീമ്പിളക്കി ഇപ്പോ കുമ്പിട്ട് നിൽക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലെത്തുമ്പോൾ പേര് മാറ്റി, ദിനേശ് സൂചിപ്പിച്ചതുപോലെ അതിന് പേര് മാറ്റി അതെല്ലാം ഞങ്ങളുടെ പദ്ധതികളാക്കി മാറ്റുന്ന സമീപനം അത് കേരളത്തിൽ നടക്കുവാറില്ല, വിലപ്പോവില്ല എന്ന് രാജ്യത്തെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന്റെ പിന്നോട്ട് പോയിട്ടുള്ള ആ വികസനം ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിച്ച് നഷ്ടപ്പെടുത്തിയ നമ്മുടെ വർഷങ്ങൾ, അവിടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം കേരളവും നീങ്ങണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയൊരു വെല്ലുവിളി, UDF-ഉം LDF-ഉം ഒരേപോലെ കള്ളനാണയങ്ങളാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവര് വികസനത്തെ കുറിച്ച് പറയുവാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവര് ഭരിച്ചപ്പോഴൊന്നും വികസനത്തിന്റെ പേര് അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. പകരം അവര് മതത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് മതവർഗീയ ശക്തികളെ താലോലിച്ചുകൊണ്ട് വോട്ട് പിടിച്ച് വിജയിക്കുന്ന ചരിത്രം കഴിഞ്ഞ നിലമ്പൂരിലും ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷെ വികസനത്തെ കുറിച്ച് പറഞ്ഞ ഒരേ ഒരു പാർട്ടി അവിടെ ബി.ജെ.പി.ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ പറഞ്ഞു, ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞു, എന്താ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ സഹായം വാങ്ങി വിജയിക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തുണ്ടെങ്കിൽ അത് ബി.ജെ.പി. മാത്രമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ കേരളത്തിലെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ ശക്തികളുടെ മേധാവി പറഞ്ഞിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ടിറ്റു തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പേര് മാറ്റി ഇവിടെ ഇറങ്ങിക്കൊണ്ട് അത് കേരള സർക്കാർ കൊടുത്തതാണെന്നുള്ള വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ മുന്നേറുമ്പോൾ ഭാരത സർക്കാർ ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി വഴി പോലും തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്ന വേതനം ഭാരത സർക്കാർ കൊടുക്കുന്നതാണെന്ന് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ പ്രവർത്തകരും കണ്ണടയ്ക്കുന്നത് നാം കാണുന്നതാണ്. ആരോഗ്യ മേഖലയിൽ എടുത്താൽ തന്നെ നമുക്കറിയാം, വളരെയധികം സൗകര്യങ്ങളും അല്ലെങ്കിൽ വളരെയധികം തിരുവനന്തപുരത്തോട് ചെന്നാൽ പറയാം, RCC പോലുള്ള പ്രധാന മേഖലകളിൽ കേന്ദ്ര സർക്കാരിന്റെ ബിൽഡിങ്ങുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജനൌഷധി പോലുള്ള മെഡിക്കൽ സ്റ്റോറുകൾ കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇന്നോളം സ്ഥാപിച്ചതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു സാധാരണ വ്യക്തി ഒരു ഷുഗറിന്റെ മരുന്ന് മേടിക്കണമെങ്കിൽ മിനിമം ഒരു 60 രൂപ മുടക്കണമെങ്കിൽ ഇന്ന് ആ പൈസയ്ക്ക് ഒരു സ്ലിപ്പ് മരുന്ന് കിട്ടുന്നത് വെറും 17 രൂപ 11 രൂപയ്ക്കാണ്. സംസ്ഥാന സമിതി അംഗം രാജൻ പെരുമ്പാക്കാട്ട്, കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രവീൺ അമ്പാടി, അനീഷ് അമ്പാട്ടുഭാഗം, വിനോദ് തോട്ടഭാഗം, പ്രകാശ് വടക്കേമുറി, അഡ്വക്കേറ്റ് സുജ ഗിരീഷ്, വിജയൻകുട്ടി, CV ജയൻ, ആനന്ദൻ, KT രാജേഷ് കുമാർ, വിനോദ് വേളൂർക്കാവിൽ, TK ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു.